Good morning friends. Garam Masalയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു നാടൻ സ്നാക്ക് ആണ്. വേറൊന്നുമല്ല, പൊരിച്ച ഗോതമ്പ് അടയാണ്. ഇതിനു മുൻപ് ഞാൻ സ്റ്റീം ചെയ്തിട്ടുള്ള ഗോതമ്പ് അടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചുള്ള പൊരിച്ച അടയുടെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അരിപ്പൊടിക്ക് പകരമായി ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി ഫില്ലിംഗ് എല്ലാം പഴയതുപോലെ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത്. നല്ല ചൂടോടുകൂടെ തന്നെ ഇതിനെ സെർവ് ചെയ്യണം. നല്ലൊരു ഈവനിങ് സ്നാക്കായും ഇഫ്താർ സ്നാക്കായും എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ പൊരിച്ച ഗോതമ്പാട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3/4 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം തന്നെ ഗോതമ്പാട ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഞാൻ ചെറിയ എമൗണ്ടിൽ മാത്രമേ സ്നാക്സ് എല്ലാം ഉണ്ടാക്കാറുള്ളൂ. നമുക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവ് പോലെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള മാവും വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഡോ ഹാർഡായി പോവും. ഇനി ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിനെ നന്നായി കുഴച്ചെടുക്കാം. നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ വെച്ചാണ് ഞാൻ ഇതിനെ കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയി വരട്ടെ ഇത്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇത് ഇരിക്കണം. അപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയി വരും. അടുത്തതായി നമുക്ക് ഇതിലോട്ട് വേണ്ടിയുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഈ ഗോതമ്പ് അടയുടെ അകത്തോട്ട് ഏത് ഫില്ലിംഗ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു സ്വീറ്റ് ഫില്ലിംഗ് ആണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു വലിയ തേങ്ങയെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കാണ്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രേ ചേർക്കുന്നുള്ള ഫില്ലിങ്ങിലോട്ട് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നേന്ത്രപ്പഴം എല്ലാം മുറിച്ചിടാവുന്നതാണ്. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പകരമായി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് എടുക്കാം. അതിൽ തന്നെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും നമുക്ക് എടുക്കാം. അരമണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ മാവാണിത്. ഈ മാവിനെ 2 പാർട്ടാക്കി വീണ്ടും കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇതിനെ. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്തിരി പ്രസ്സാണ്. ഈ പത്തിരി പ്രസ്സിനെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ ഒരു മീഡിയം സൈസുള്ള ബോൾ എടുക്കാം. നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിനെ പ്രസ്സിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതിന് പകരമായി ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ പരത്തി എടുത്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇത് അട തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മോൾഡാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തിയെ ഇതിന്റെ അകത്തോട്ട് വെക്കാം. സാധാരണ ചപ്പാത്തിയുടെ അതേ കട്ടി തന്നെ മതി, കൂടുതൽ കട്ടിയൊന്നും ഉണ്ടാകരുത്. ഇനി 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കാം. നമ്മുടെ അടയുടെ സൈസിനനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് വെക്കാം. നന്നായി പ്രസ് ചെയ്തെടുക്കാം. അധികമുള്ള മാവ് ഇതുപോലെ എടുക്കാം. ഈ മാവിനെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നമുക്ക് മോൾഡ് തുറക്കാം. നല്ല ഷേപ്പുള്ള അട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത അട റെഡിയാക്കി എടുക്കാം. പത്തിരി പ്രസ്സിൽ ഒന്ന് എണ്ണ തടവിയതിനു ശേഷം ഒരു മാവ് വെച്ച് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. ഇതിന് മോൾഡിൽ വെച്ച് നമുക്ക് ഫില്ലിംഗ് വെക്കാം. ഇനി മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയതിനു ശേഷം ഇതിന്റെ അകത്ത് ഫില്ലിംഗ് വെക്കണം. അതിനുശേഷം സൈഡെല്ലാം നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർക്കെല്ലാം ഉപയോഗിച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വിട്ടുപോരില്ല. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. മാവ് ഹാർഡ് ആകുകയാണെങ്കിൽ നമ്മുടെ ഈ അട ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഹാർഡ് ആയിരിക്കും. നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തന്നെ കിട്ടും. ഇതുപോലെ എല്ലാ അടകളും തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ അടയെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഓരോ അടയായി മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യണം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ അടയെല്ലാം ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊരിച്ച ഗോതമ്പ് അട തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. ഇതുപോലെ ബാക്കിയുള്ള അടകൾ കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിനെ നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യണം. ചൂടോടെ നല്ല ടേസ്റ്റ് ആണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.